3 വർഷത്തിലൊരിക്കൽ മാത്രം വരും പത്മിനി ഏകാദശിയാണ് ദാമ്പത്യ ക്ലേശം, വിവാഹ തടസ്സം മാറുന്നതിന് ഉത്തമമാണ്. 3 വർഷത്തിലൊരിക്കൽ അതിമാസത്തോട് ചേർന്ന് വരുന്ന 2 ഏകാദശികളിൽ ഒന്നായ പത്മിനി ഏകാദശി 2026 മെയ് 27 ബുധനാഴ്ചയാണ്. പത്മിനി ഏകാദശി ദിനം വിഷ്ണു ലക്ഷ്മി പ്രീതിക്ക് പുറമെ രാധാകൃഷ്ണന്മാരെയും ഉമാമഹേശ്വരന്മാരെയും കൂടി പ്രീതിപ്പെടുത്താൻ ശ്രേഷ്ഠമായി കരുതുന്നു. ദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിനും ദാമ്പത്യ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്നതിനും വിവാഹ തടസ്സം മാറുന്നതിനും പ്രണയ സാഫല്യത്തിനുമെല്ലാം പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് സാധിക്കാത്തവർക്ക് അന്നേ ദിവസം ക്ഷേത്ര ദർശനം, മന്ത്രജപം, വഴിപാടുകൾ തുടങ്ങിയവ നടത്തുന്നതും ഉത്തമമാണ്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലാണ് ഏകാദശി വ്രതം നോൽക്കേണ്ടത്. തലേന്ന് ദശമി ദിവസം ഒരിക്കലൂണോടുകൂടി വ്രതം ആരംഭിക്കാം. ഏകാദശി ദിനം പൂർണ്ണ ഉപവാസം. അതിന് സാധിക്കാത്തവർ പഴങ്ങൾ കഴിക്കാം, അല്ലെങ്കിൽ അരിയാഹാരം ഒഴിച്ച് മറ്റ് ധാന്യാഹാരങ്ങൾ കഴിക്കാവുന്നതാണ്. കുളിക്കുന്നതിന് എണ്ണ തേക്കരുത്, പകലുറങ്ങരുത്. രാവിലെ കുളിച്ചിട്ട് വിഷ്ണുവിനെ ധ്യാനിക്കണം. പിറ്റേന്ന് ദ്വാദശി നാൾ തുളസിയിലിട്ട വെള്ളം സേവിച്ചുകൊണ്ട് വ്രതം പൂർത്തിയാക്കാവുന്നതാണ്.